കോഴിക്കോട് തോണി മറിഞ്ഞ് കാണാതായ കിളിയനാട് സ്വദേശിക്കായി തെരച്ചിൽ തുടങ്ങി. ചാലിയാർ പുഴയിൽ മീൻ പിടിക്കാനിറങ്ങവേ അബ്ദുൽ സലാമിനെ കാണാതാവുകയായിരുന്നു. പോലീസും ഫയർഫോഴ്സും സ്കൂബ ടീമും തെരച്ചിൽ തുടരുകയാണ്. ദിൽഷ തിലകൻ ചേരുന്നു വിവരങ്ങളുമായി. ദിൽഷ, എപ്പോഴാണ് ഇദ്ദേഹത്തെ കാണാതായത്? എപ്പോഴാണ് ഈ തോണി മറിഞ്ഞുള്ള അപകടമുണ്ടായത്? ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. അതായത് കോഴിക്കോട് ചെറുവണ്ണൂർ കൊളത്തറയിൽ ചാലിയാർ പുഴയിൽ മീൻ പിടിക്കാൻ ഇറങ്ങിയപ്പോഴായിരുന്നു അപകടം. കിളേനാട് സ്വദേശിയായിട്ടുള്ള അബ്ദുൽ സലാം, അതുപോലെ തന്നെ അബ്ദുൽ സലാമിന്റെ സഹോദരനായിട്ടുള്ള മുഹമ്മദ് എന്നീ രണ്ടുപേർ ചേർന്നിട്ടാണ് തോണിയിൽ മീൻ പിടിക്കാനായിട്ട് ഈ പുഴയിൽ ഇറങ്ങിയത്. വലിയ ഒഴുക്കുണ്ടായിരുന്നു എന്നാണ് നാട്ടുകാരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ തോണി മറിഞ്ഞ് രാത്രിയോട് കൂടി തന്നെ തോണി മറിഞ്ഞ് അബ്ദുൽ സലാമിനെ കാണാതാവുകയായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന സഹോദരനായിട്ടുള്ള മുഹമ്മദ് ആ സമയത്ത് തന്നെ നീന്തി രക്ഷപ്പെട്ടു എന്നാണ് ലഭിക്കുന്ന വിവരം. ഉടനെ തന്നെ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും സ്കൂബ ടീമും എല്ലാം ചേർന്ന് തിരച്ചിൽ അവിടെ തുടരുകയായിരുന്നു. എന്നാൽ ഇന്നലെ രാത്രിയും അതുപോലെ തന്നെ ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് തിരച്ചിൽ പുനരാരംഭിച്ചത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ശക്തമായ ഒഴുക്കും അതുപോലെ തന്നെ പ്രതികൂല കാലാവസ്ഥയും ഈ തിരച്ചിലിനെ സാരമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ അബ്ദുൽ സലാമിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. ഈ ഒഴുക്കിൽ പെട്ടുപോയി എന്ന് തന്നെയാണ് സ്കൂബ ടീമും ഫയർഫോഴ്സും എല്ലാം തന്നെ അറിയിക്കുന്നത്. എന്തായാലും അവിടെ പ്രതികൂല കാലാവസ്ഥയാണെങ്കിലും തെരച്ചിൽ അവിടെ പുരോഗമിക്കുകയാണ്. ലക്ഷ്മി. ദിൽഷ തിലകനാണ് വിവരങ്ങൾ പങ്കുവച്ചത് കോഴിക്കോട് നിന്ന്.